ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേരനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ പറഞ്ഞു തരാം. അപ്പോൾ നേരെ പേരൻ്റെ പറ്റി. ഇതാണ് സീഡ്ലെസ് പേരക്കയുടെ മരം. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സീഡ്ലെസ് പോലെ ഇതിന്റെ കുറച്ച് പേര എന്ന് പറയുന്നത് നമുക്കൊരു നല്ല ഇത് തരും, ഒരു നല്ല ഫ്രൂട്ടാണ്. അതിനെപ്പറ്റി കുറച്ചുകൂടെ മിച്ചം വെച്ച് കാണിച്ചാൽ ഇത് കഴിയുമ്പോൾ ലാസ്റ്റ് ഞാൻ ഇത് തരാം. അതേ തുടർന്ന് തന്നെ ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഇന്നലെ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്ന് ഒരു പുതിയ വീഡിയോ വരുമെന്ന്. അപ്പോൾ അതാണ് ഈ വീഡിയോ കേട്ടോ. ഓക്കെ, ഈ പേരക്കയുടെ കുറച്ച് ലാസ്റ്റ് ഞാൻ നിങ്ങളെ ഒരു പേരക്ക കാണിക്കാം. ഒരു നല്ല ഫ്രൂട്ടാണ് പേരക്ക. സീഡ്ലെസ് ഗോവ എന്നാണ് ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് നട്ടു വെച്ചിട്ടേ ഉള്ളൂ. ഇനിയും വലുതാകുമ്പോൾ ഞാനൊരു വീഡിയോ തരാം. ഇതിൻ്റെ ജസ്റ്റ് ഒരു പടം കാണിച്ചെടുത്ത്. ഓക്കെ, ഇനി അടുത്ത പേരക്കയിലേക്ക് പോവാം. ഇതാണ് പിങ്ക് ഗോവ അഥവാ പിങ്ക് പേരക്ക എന്നറിയപ്പെടുന്നു. ഇതിന്റെ ഉള്ളിൽ മറ്റേതിനെ നോക്കിയാൽ ഉള്ളിൽ റെഡ് കളറായിരിക്കും, ഇതിന്റെ ഉള്ളിൽ എന്നാൽ റെഡ് ആയിരിക്കും. പിങ്ക് ഗോവയുടെ പ്രത്യേകത അതായിരിക്കും. എന്നാൽ കുരുവൊക്കെ ഉണ്ട് താനും. എന്നാൽ നിങ്ങൾ ഈ ചൂടത്ത് നല്ല നല്ല പേരക്കകൾ ചെത്തിക്കഴിച്ചാൽ കൊച്ചുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാം നല്ല ആരോഗ്യം ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രോബെറി പേര എന്നറിയപ്പെടുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ട്രോബെറി പോലെ നല്ല കുഞ്ഞതായിരിക്കും. ഇത് നല്ല പഴുത്താൽ നല്ല രുചിയുമായിരിക്കും. പിന്നെ ഇതിന്റെ ഇല വ്യത്യാസമുണ്ട്. ഇതാണ് ഈ സ്ട്രോബെറി പേരയുടെ ഇല. പിന്നെ ഇതാണ് നമ്മുടെ സാധാ പേരയ്ക്കയും ആയിട്ടുള്ള വ്യത്യാസം. ഇത് രണ്ടുമാണ്. ചെറുതല്ല കേട്ടോ, അത് പറിച്ചപ്പോൾ പറ്റിയതാണ്. നിങ്ങൾക്ക് ഇത് ഇച്ചിരി വേണമെങ്കിൽ ഉപയോഗപ്പെടും. ഈ സ്ട്രോബെറി പേര എന്ന് പറഞ്ഞാൽ ചെറുതായിരിക്കും. എന്നാൽ ഇത് അങ്ങനെ കടകളിലൊന്നും കിട്ടത്തില്ല. കടകളിലൊന്നും ഇത് കിട്ടത്തില്ല. കടയിൽ അങ്ങനെ കിട്ടത്തില്ല. അത് നിങ്ങൾ തന്നെ മേടിച്ചൊന്ന് തൈ വെച്ചാൽ ഇത് ഇത്ര വളരത്തുള്ളൂ. ഇച്ചിരിയോടെ വളരുമായിരിക്കും, എന്നാൽ ഇത്ര വളരത്തുള്ളൂ. വലിയ ഹൈറ്റ് ആവത്തില്ല. ഇടയ്ക്കെന്നേ വരത്തുള്ളൂ. ഇത്രയും തന്നെ പോകത്തുള്ളൂ. ഇതൊരു ബക്കറ്റിനകത്തങ്ങ് നട്ടു വെച്ചാൽ മതി. കണ്ടല്ലോ, ഒരു ബക്കറ്റിനകത്തങ്ങ് ഞങ്ങൾ നട്ടു വെച്ചേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളം ദിവസവും നമ്മൾ കുറച്ചായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കും. പിന്നെ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 8 വർഷം കൂടുമ്പോൾ നമ്മൾ ചട്ടി മാറ്റി വളം ഇടണം. മീൻസ് വളം വേറെ ചട്ടിയിലേക്ക് ഇട്ടിട്ട് ആ ചട്ടിയിട്ട് തന്നെ ഇതെടുത്ത് വെക്കണം. ഇതെന്ന് പറഞ്ഞാൽ ഇത്ര ഹൈറ്റൊക്കെ ആവത്തുള്ളൂ. താനും നമുക്ക് വലിയ ശല്യം ഉണ്ടാകത്തില്ല, നല്ല രുചിയുമായിരിക്കും. ഇതൊരു സൈഡിലങ്ങ് വെച്ചാൽ മതി. ഞങ്ങൾ കഴിച്ച് കുറേ ഉണ്ടായി. കഴിഞ്ഞ മാസം കൊണ്ട് നല്ല സൂപ്പർ രുചിയായിരുന്നു കേട്ടോ. സത്യം പറയാലോ, സൂപ്പർ രുചിയായിരുന്നു. ഇതാണ് മുന്തിരി പേരയ്ക്ക. ഇത് കുഞ്ഞു മുന്തിരിയുടെ അത്രയും കുഞ്ഞു ഷേപ്പിലായിരിക്കും ഉള്ളത്. അത് നമ്മുടെ സാധാരണ പേരയ്ക്ക പോലെ അത്രയ്ക്ക് മഞ്ഞ കളറൊന്നും ആവത്തില്ല. എന്നാലും സൂപ്പറായിട്ട് ചെറുതാണ്, ഇത്ര ഉണ്ടാവത്തുള്ളൂ. ഇത് ഒരു ചെറുതാണിത്. അങ്ങനെ കയ്പാണ്ടോ? പച്ചക്കൊക്കെ കഴിക്കാം. വലിയ ഇല്ലല്ലോട്ടി, വലിയ. ഓക്കെ, ഇതിന്റെ ഇല മറ്റേതുപോലെ ചെറിയ എന്താണ് വ്യത്യാസം കണ്ടിട്ടുണ്ട്. ഇച്ചിരി വലുതാണ് ഇതിന്റെ ഇല. ഇതാണ് വയലറ്റ് പേര. ഇതാണ് വയലറ്റ് പേര. ഇതിൻ്റെ ഇപ്പോൾ വേനലായതുകൊണ്ടാണ് ഇലയൊക്കെ ഇങ്ങനെ കൊഴിഞ്ഞു വെക്കണം. ഇതൊക്കെ വന്നിട്ടുണ്ട്. ഒന്ന് കാണിച്ചു കൊടുത്തോട്ട്. ഇതിന് പച്ചയിരിക്കുമ്പോൾ നല്ല കട്ടിയാണ്. ഇതിന് ചെറുതായിരിക്കുമ്പോൾ നല്ല കട്ടിയാണ് പേരയ്ക്കൊക്കെ. എന്നാൽ ഇത് പഴുത്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റുമാണ്. സോഫ്റ്റ് എന്നാൽ അങ്ങനെ സോഫ്റ്റ് ഒന്നുമില്ല, നല്ലൊരു സാധനമാണ്. ഇതിപ്പോൾ ഇവിടെ നിന്നൊക്കെ ഇലയങ്ങ് പോയി കൊഴിഞ്ഞു പോയി. ഓക്കെ, നല്ല സാധനമായിരിക്കും ഇത്. നല്ല സൂപ്പർ വലുതാവും, വലിയ സാധനം. അപ്പോൾ ഇതാണ് ബഡ് ചെയ്ത പേര. ഇതാണ് ബഡ് ചെയ്ത പേരാട്ടോ. ഇതിൻ്റെ
അത്യാവശ്യം വലുതാണ്. നിങ്ങൾ കാണുന്ന പോലെ ഒന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് വീഡിയോയിൽ അത്രയ്ക്ക് കാണാൻ പറ്റില്ല. ഒന്ന് അടുത്ത് കാണിച്ചിട്ട് എൻ്റെ ഇത്ര ഉണ്ടാവും. എൻ്റെ കൈ ഫുള്ള് പിടിച്ചാൽ മുഴുവൻ പറ്റത്തില്ല. ഇത് പോണതെല്ലാം ചെറിയ പേരയ്ക്കായിരിക്കും ഉണ്ടാവുന്നത്. ഇതുവഴി പോണതെല്ലാം വലുതുമായിരിക്കും. ഇതിൻ്റെ വെറൈറ്റീസ് ഓഫ് പേര ഞാനിപ്പോൾ കാണിച്ചു തരാം. നല്ലോണം പേരയ്ക്ക പേര കാണിച്ചു തരാം. പേരയ്ക്ക സ്ട്രോങ്ങാണ്. ഇത് അത്യാവശ്യം പടക്കമുണ്ട്. പേരയ്ക്ക ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇവിടെ നിന്ന് പോയേക്കണതിൻ്റെ പേരയ്ക്ക. അത്യാവശ്യം നല്ലതാണ്. ഇതാണ് ഇവിടെ പിന്നെ പച്ചയും വലിയ. അപ്പോൾ ഗൈസ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും മറക്കാതെ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ.